ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള സഞ്ജു വി സാംസൺ കിടിലനായിട്ട് കളിച്ചിട്ട് പോയിട്ടുണ്ട്. ഇന്നലെ വെസ്റ്റ് ഇൻഡീസുമായിട്ട് നമ്മുടെ സഞ്ജു വി സാംസൺ പയ്യായിരുന്നു ഓപ്പണറായിട്ടായിരുന്നു തുടങ്ങിയിട്ടുള്ളത്. പതിവ് ശൈലിയൊക്കെ മാറ്റി പയ്യായിരുന്നു തുടങ്ങി വെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കിടിലൻ ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സഞ്ജു വി സാംസണ് 100 എടുക്കാൻ പറ്റിയില്ല. 97 റണ്ണിൽ അങ്ങനെ സഞ്ജു വി സാംസൺ ലാസ്റ്റ് വരെയും ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു എന്തായാലും കിടിലനായിട്ട് കളിച്ചിട്ട് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പാകിസ്ഥാൻ പറഞ്ഞ മാതിരി നമ്മളെ ഫൈനൽ കാണാതെ തോറ്റു പോയില്ല. നമ്മുടെ ഭാഗ്യമാണ്, സഞ്ജു വി സാംസണിൻ്റെ ഭാഗ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞായറാഴ്ച കളി എന്തായാലും കിടിലനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നലത്തെ കളി. എന്തുകൊണ്ടും തുടക്കക്കാർ മൊത്തം ഡഗ് ഔട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥ വന്നു. എന്നാൽ പോലും സഞ്ജു വി സാംസൺ പയ്യെ മെല്ലെ തുടങ്ങി പിന്നെ അവസാനം എത്തുമ്പോൾ ഒരു ബോളും ഇവിടേക്ക് അയച്ചു വിടുമ്പോൾ എന്തായാലും കിടിലൻ മത്സരം തന്നെയാണ്. എനിക്ക് പേഴ്സണലി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി എന്തായാലും നഷ്ടപ്പെട്ടില്ല. ആ ക്യാപ്റ്റൻസി എന്തായാലും സൂര്യകുമാർ യാദവിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ആ ക്യാപ്റ്റൻ്റെ ആ തൊപ്പി ഊരി ഒരു ഇതൊക്കെ സലാം പറയുന്നതും മറ്റുള്ള കാര്യങ്ങളും കിടിലനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൈകൊട്ടിയും പ്രാർത്ഥനയോടെയും എല്ലാം കൂടിയും ഉണ്ടായിരുന്നു. കിടിലനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മത്സരം സഞ്ജു വി സാംസണിൻ്റെ തോളിലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സഞ്ജു വി സാംസൺ എന്തുകൊണ്ട് ഇത്രയും കാലം വന്നില്ല എന്ന് പറഞ്ഞാൽ സഞ്ജു വി സാംസണിന് അവസരങ്ങൾ ഇവർ കൊടുക്കാണ്ടാണ്, ഇന്ത്യൻ ടീം കൊടുക്കാണ്ടാണ് ഇത്രയും കൊല്ലം ഉണ്ടാണ്ട് ഈ ഡഗ് ഔട്ടിലും മറ്റുള്ള അവിടെയൊക്കെ ഇരിക്കേണ്ടി വന്നത്. സഞ്ജു വി സാംസൺ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പതിവ് ശൈലിയൊക്കെ മാറ്റി കിടിലനായിട്ട് പോട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഓക്കെ.